വീക്ക് മാർക്കറ്റിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന FMCG സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് മാരിക്കോ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാരിക്കോ 4% ഉയരുകയും ക്ലോസിംഗ് ബേസിസിൽ 3.5% ഉയർന്ന് 666 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 86,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 56.8, 52 വീക്ക് ഹൈ 692, 52 വീക്ക് ലോ 486. മാരിക്കോയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിലെ അപ്കോസ് നാച്ചുറലിൻ്റെ 40% സ്റ്റേക്കുകൾ മാരിക്കോ എന്ന കമ്പനി അക്വയർ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ആൾറെഡി അപ്കോസ് നാച്ചുറലിൻ്റെ 60% സ്റ്റേക്കുകൾ കമ്പനി 2021 ശേഷം അക്വയർ ചെയ്തിരുന്നു. ഈ അക്വിസിഷനോടുകൂടി അപ്കോസ് നാച്ചുറൽ മാരിക്കോയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറിക്കഴിഞ്ഞു. ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ് അപ്കോസ് നാച്ചുറൽ. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാരിക്കോ എന്ന സ്റ്റോക്കിൽ ഹെവി ട്രേഡിംഗ് വോളിയം കാണാൻ സാധിച്ചിരുന്നു. പല അനലിസ്റ്റുകളും പറയുന്നത് 665 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 665 എന്ന ലെവൽ സ്റ്റോക്ക് മറികടന്നാൽ 691, 720 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 630 സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 625 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ കൂടിയാണ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLS റീസെൻ്റ്ലി FMCG സെക്ടറിലെ കമ്പനികളായ മാരിക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലീവർ തുടങ്ങിയ കമ്പനികൾക്ക് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് നൽകിയിരുന്നു. കാരണം ക്വിക്ക് കൊമേഴ്സ് സെക്ടറിലെ വരവോടുകൂടി കൺവെൻഷണൽ കമ്പനികളുടെ ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾ അത്ര വർക്കാകില്ല എന്നാണ് CLSയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാരിക്കോയ്ക്ക് 470 രൂപയുടെ ടാർഗറ്റും ഹിന്ദുസ്ഥാൻ യൂണിലീവറിന് 2161 രൂപയുടെ ഡൗൺ സൈഡ് ടാർഗറ്റുമാണ് നൽകിയത്. അതായത് ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് പോലുള്ള ക്വിക്ക് കൊമേഴ്സ് കമ്പനികളുമായി കോമ്പറ്റീറ്റീവ് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ കോമ്പറ്റീറ്റീവ് ചെയ്യാൻ ഈ FMCG കമ്പനികൾ ചലഞ്ചസുകൾ നേരിടും എന്നാണ് CLSയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത്. മാരിക്കോ എന്ന സ്റ്റോക്കിൽ സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം നിലനിൽക്കുന്നതുകൊണ്ട് വരും സമയങ്ങളിലും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മാരിക്കോയിൽ പ്രൊമോട്ടേഴ്സിന് 89% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 24.6, പബ്ലിക്കിന് 4% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഡെക്സ് ഒരു വർഷം കൊണ്ട് 2024 13% റിട്ടേൺ നൽകിയപ്പോൾ മാരിക്കോ 30% റിട്ടേൺ നൽകുകയും ചെയ്തു. ടെക്നിക്കലി മാരിക്കോ എന്ന സ്റ്റോക്ക് 665 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 690 വരെ ഉയർന്നേക്കാം. 690 മുകളിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. FMCG സെക്ടറിലെ കമ്പനികളിൽ കാലതാമസം എടുത്താണ് ബ്രേക്കൗട്ട് വരുന്നതെങ്കിലും സ്ട്രോങ് ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. മാരിക്കോ എന്ന സ്റ്റോക്ക് 2021 മുതൽ 2024 വരെ 600 എന്ന റെസിസ്റ്റൻസിനെ ഫീൽ ചെയ്തതിന് ശേഷമാണ് റീസെൻ്റ്ലി 600 എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 620 പ്രധാന സപ്പോർട്ടും 680 പ്രധാന റെസിസ്റ്റൻസുമായി മാറിക്കഴിഞ്ഞു. 680 മുകളിൽ ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റവും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് നസാര ടെക്നോളജി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.5% ഇടിഞ്ഞ് 920 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 7,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 127, 52 വീക്ക് ഹൈ 1034, 52 വീക്ക് ലോ 591. നസാര ടെക്നോളജി എന്ന കമ്പനി ഗെയിമിംഗ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. നസാര ടെക്നോളജി റീസെൻ്റ്ലി പേപ്പർ ബോട്ടിൻ്റെ 48% സ്റ്റേക്കുകൾ 300 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇവിടെ ഈ ഒരു ഡീലിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായിട്ട് നസാര ടെക്നോളജി 225 കോടി രൂപ പേ ചെയ്യുകയും ചെയ്തു. നസാര ടെക്നോളജിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായി മാറിക്കഴിഞ്ഞു ഇനി പേപ്പർ ബോട്ട് എന്ന കമ്പനി. കൂടാതെ കമ്പനി അതിൻ്റെ ഗെയിമിംഗ് ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെ വലിയ എഫർട്ടുകൾ എടുക്കുകയും വളരെ വലിയ അക്വിസിഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. നസാര ടെക്നോളജി ഈ വർഷം തന്നെ മറ്റൊരു പ്രമുഖ കമ്പനിയായ നെക്സ്റ്റ് വേവ് മൾട്ടിമീഡിയയുടെ 100% സ്റ്റേക്കുകൾ അക്വയർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കമ്പനി തുടർച്ചയായി അക്വിസിഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. നസാര ടെക്നോളജി എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇൻഡെക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് അത്ര മികച്ച റിട്ടേൺ നൽകിയിട്ടില്ല. അതേസമയം ഗെയിമിംഗ് സെക്ടർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെക്ടറായിട്ടാണ് പലരും കണക്കാക്കുന്നത്. വരും സമയങ്ങളിൽ, അതായത് ലോങ് ടൈം പീരീഡിൽ ഈ സെക്ടർ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. 1000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് കൂടിയാണ്. 1000 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1250, 1500, 1750 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. നിതിൻ കാമത്ത്, രാകേഷ് ജുൻജുൻവാല, അതായത് രാകേഷ് ജുൻജുൻവാല പോലുള്ള പല ഏസ് ഇൻവെസ്റ്റേഴ്സും നസാര ടെക് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിട്ടുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.